ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീടും തൊടിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സപ്പോട്ടയാണ്. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു സപ്പോട്ട മരമാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൃഷി രീതികളും ഇതെങ്ങനെ വളർത്തണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. സപ്പോട്ട ചിക്കു എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. തനിവിളയായും ഇടവിളയായും നടാവുന്ന മികച്ച വിളയാണ് സപ്പോട്ട. വെള്ളം കെട്ടി നിൽക്കാത്ത വരണ്ട പ്രദേശങ്ങളിൽ സപ്പോട്ട കൃഷി ചെയ്യാം. വേനലിൽ നനയ്ക്കാൻ സൗകര്യം ഉറപ്പാക്കണമെന്ന് മാത്രം. ഈ ചെടിയെ രോഗകീടബാധകളൊന്നും പൊതുവേ ഏച്ചാറില്ല. അതേമാതിരി തന്നെ കാര്യമായ പരിപാലനമോ വളപ്രയോഗമോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നന്നായിട്ട് വളരുന്ന ഒരു മരമാണ്. അതേപോലെ തന്നെ ഇത് വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ചെടിയാണ്. നമുക്ക് അനായാസം തന്നെ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു മരം തന്നെയാണ് സപ്പോട്ട. ഇത് നല്ല രുചിയും മധുരവും ഉള്ള ഒരു പഴമാണ്. വീട്ടാവശ്യത്തിനും വാണിജ്യ കൃഷിക്കും നമുക്ക് യോജിച്ച ഒരു ഫലവൃക്ഷമാണ് സപ്പോട്ട. എന്നാൽ കേരളത്തിൽ സപ്പോട്ടയുടെ വാണിജ്യ സാധ്യതകൾ വേണ്ടത്ര പ്രയോജനപ്പെടുത്താനായിട്ടില്ല. ഇതിൻ്റെ കൃഷി കൂടുതലായിട്ട് പ്രചാരത്തിലുള്ളത് വടക്കേ ഇന്ത്യയിലാണ്. ഓവൽ, ബദാമി, കാലിപ്പത്തി, CO1, CO2, ബാരമാസി, PKM1, ദ്വാരപുടി, ഛത്രി, ക്രിക്കറ്റ് ബോൾ എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. കാഴ്ചയിൽ ആകർഷകം ക്രിക്കറ്റ് ബോൾ പോലെയുള്ള ആകൃതിയിലുള്ള സപ്പോട്ടയാണെങ്കിലും CO1 എന്ന ഓവൽ ഷേപ്പിനാണ് മധുരം കൂടുതൽ. സാമാന്യം വലിപ്പത്തിലുള്ള ഉരുണ്ട കായ്കൾ തരുന്ന ഇനമാണ് ക്രിക്കറ്റ് ബോൾ. കാമ്പ് മാംസളവും തരികളും ഉള്ളതാണ് ഇതിൻ്റെ. ഇടത്തരം വലിപ്പത്തിൽ അണ്ഡാകൃതിയിലുള്ള പഴങ്ങളാണ് പാല ഇനത്തിൻ്റേത്. മികച്ച പോഷകമൂല്യവും നല്ല മധുരമുള്ള പഴങ്ങളായതിനാൽ തൊലി പോലും പാഴാക്കാതെ ആളുകൾ കഴിക്കുന്നു. അത്യുൽപാദന ശേഷിയുള്ള ഒട്ടുതൈകൾ 1 വർഷം പ്രായമാവുമ്പോൾ പൂവിട്ട് തുടങ്ങുന്നു. ഡിസംബറിലാണ് പൂവിട്ട് തുടങ്ങുന്നത്. ജനുവരി മാർച്ചിലും ഒക്ടോബർ നവംബറിലും സപ്പോട്ട കായ്ക്കുന്നു. ഒട്ടുതൈകൾ 3-ാം വർഷം മുതൽ ഫലം തന്നു തുടങ്ങും. നമ്മൾ കായ്കൾ മൂപ്പെത്തിയോ എന്നറിയാൻ പുറംതൊലിയിൽ നമ്മൾ ചെറുതായി ഒന്ന് വിരലോടിച്ചാൽ മതി. മൂപ്പെത്തിയതാണെങ്കിൽ പച്ച നിറം നമുക്ക് തെളിഞ്ഞു കാണും. അപ്പോൾ നമുക്ക് ഇത് വിളവെടുക്കാറായി എന്ന് മനസ്സിലാക്കാം. ഇത് കുരുവിട്ട് കിളിപ്പിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഗ്രാഫ്റ്റ് തൈകൾ നടുന്നതാണ്. കാരണം ഗ്രാഫ്റ്റ് തൈകൾ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാച്ചു കിട്ടും. ഒട്ടു തൈകൾ നട്ട് വംശവർധന നമുക്ക് നടത്താം. സപ്പോട്ട കുടുംബത്തിൽപ്പെട്ട കിർണി എന്ന മരത്തിൻ്റെ കുരുവിട്ട് മുളപ്പിച്ച തൈകൾ ഒട്ടിക്കാനുള്ള റൂട്ട് സ്റ്റോക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. തീർത്തും ജൈവ രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എന്നിവ 2 മാസം കൂടുമ്പോൾ ഇട്ടുകൊടുക്കുന്നത് നന്നായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊടുക്കുന്ന ജൈവവളം തന്നെ ഇതിൻ്റെ വളർച്ച കൂട്ടുകയും നല്ല വിളവ് തരുകയും ചെയ്യും. ഒരുപാട് ജൈവവളങ്ങളുടെ വീഡിയോ ഞാൻ വീടും തൊടിയിലൂടെ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചിരുന്നു. ഈ വീഡിയോയുടെ ലിങ്കുകൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ ഈ വളങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് സപ്പോട്ടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. തീർത്തും നല്ല ജൈവ രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് സപ്പോട്ട. നല്ല ഫലങ്ങൾ കിട്ടാനും നമ്മൾക്ക് ജൈവ രീതിയിലുള്ള കൃഷി രീതികൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. സാധാരണ ഇത് മാമ്പഴം പഴുപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് കച്ചിയുടെ അകത്ത് വെച്ചോ അല്ലെങ്കിൽ ഉമിയുടെ അകത്ത് വെച്ചോ നമുക്ക് ഇത് പഴുപ്പിച്ചെടുക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പഴുത്ത് കിട്ടാൻ ഒരു നല്ലൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കട്ടിയുള്ള ഒരു ഇരുമ്പ് പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ നമ്മൾക്ക് സപ്പോട്ട വെച്ചുകൊണ്ട് അതിൻ്റെ മേളിൽ നമുക്ക് ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ കത്തിച്ച് മൂടി വയ്ക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ മൂടി വയ്ക്കുന്ന വഴി നമുക്ക് ഇതിന്ന് കത്തിയ പേപ്പറിൻ്റെ ചൂട് കാരണവും ഈ പുക കാരണവും നമുക്ക് സപ്പോട്ട നല്ലോണം പഴുത്ത് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഈ കറ കണ്ടില്ലേ, ഇത് ചൂയിങ് ഗം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ നമുക്ക് ചിക്കു കൊണ്ട് ഒരു അടിപൊളി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം, ഐസ്ക്രീം ഉണ്ടാക്കാം, പിന്നെ നമുക്ക് ഹലുവ ഉണ്ടാക്കാം. ഇങ്ങനെ പല ഡിഷസും നമുക്ക് ചിക്കു കൊണ്ട് പരീക്ഷിക്കാവുന്നതാണ്. കാരണം അത്രയും മധുരമുള്ള ഒരു പഴമാണ്. അപ്പോൾ ചിക്കു കൊണ്ട് ഒരു മിൽക്ക് ഷേക്ക് ആയാലോ? അപ്പോൾ ഇവിടെ നമ്മുടെ ചേരുവകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ 3 സപ്പോട്ട, നല്ല പഴുത്ത സപ്പോട്ട മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ 1/2 ലിറ്റർ പാലും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യമേ നമുക്ക് ഈ മുറിച്ചു വെച്ച
സപ്പോട്ട മിക്സിയിൽ ഇടാം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാര ഇടുക. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോകും. ഇനി നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പാലിട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മിക്സിയിലിട്ട് അടിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മുടെ മിൽക്ക് ഷേക്ക് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് കശുവണ്ടിയോ അല്ലെങ്കിൽ ബദാമോ അല്ലെങ്കിൽ ഏലക്കയൊക്കെ ഇടാം. പക്ഷേ ഇതിൻ്റെ തനതായ രുചിയിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ചുരുങ്ങിയ ചേരുവകൾ കൊണ്ടുള്ള ഷേക്ക് കാണിച്ചു തന്നത്. ഇത് എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സപ്പോട്ട ഒരു ഹൈ കലോറി ഫുഡാണ്. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും സമ്പന്നമായിട്ടുണ്ട്. മികച്ച പോഷകാംശമുള്ള ഈ സപ്പോട്ട നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രചോദനം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.